ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് മൗനം പാലിച്ചവരെല്ലാം 2 ദിവസം മുൻപ് വലിയ രീതിയിൽ രംഗത്ത് വരുന്നത് നാം കണ്ടിരുന്നു. ഡൽഹിയിലൊരു സംഭവവുമായി ബന്ധപ്പെട്ട് അപ്പോഴാണ് അതിൽ തിരക്കുമ്പോൾ അതിൽ വലിയ സംഭവമൊന്നും കാണുന്നില്ല. കാരണം മുനമ്പത്തെ വെച്ച് നാം താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ ജീവനെ ബാധിക്കുന്നതോ അവരുടെ കിടപ്പാടത്തെ ബാധിക്കുന്നതോ ആയ ഒരു പ്രശ്നവുമില്ല. അതെ. പക്ഷേ പിണറായി വിജയൻ അടക്കമുള്ള KC വേണുഗോപാൽ അടക്കമുള്ളവരുടെ ഈ പ്രതികരണങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റുകളും പരിഗണിക്കുമ്പോൾ ഇന്നലത്തോടുകൂടി തന്നെ ക്രൈസ്തവർ ഇന്ത്യയിൽ നിന്നും ഇല്ലാതായതുപോലെ തോന്നുന്നുണ്ട്. ഇതിലെന്തെങ്കിലും ഇങ്ങനത്തെ പ്രതികരണത്തിന്റെ ആവശ്യമുണ്ടോ? അത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെയും ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. ഈ ഡൽഹിയിൽ നടന്ന സംഭവം ഓശാന ഞായറിനോടനുബന്ധിച്ച് നമ്മളിവിടെ ഈ കുരുത്തോല പെരുന്നാൾ എന്ന് പറയാറുണ്ട്. ഈ തെങ്ങിൻ്റെ കുരുത്തോല എടുത്ത് അത് ആ കുരുത്തോല ഈർക്കിലൊക്കെ കളഞ്ഞ് അതുമായിട്ട് ഇങ്ങനെ വിശ്വാസികൾ, അതിലൊരു പ്രധാനപ്പെട്ട ആൾ ഒരു ചെറിയ കുരിശ് ഏന്തി ഒരു പ്രദക്ഷിണമുണ്ട്. അത് ഒരു പള്ളിയിൽ നിന്നും മറ്റൊരു പള്ളിയിലേക്കൊക്കെ ആയിരിക്കും ആ പ്രദക്ഷിണം നടത്തുന്നത്, അല്ലെങ്കിൽ നഗരപ്രദക്ഷിണം എന്ന് പറയാം. അവരുടെ ആ ഇടവകയ്ക്കുള്ളിൽ, ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഏത് ഇടവകയിലാണോ ആ ഇടവക, ആ പള്ളിക്ക് കീഴിൽ വരുന്ന ഇടവകയുടെ പ്രധാന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു റാലി പോലെ അവരൊരു ഇങ്ങനെ ഒരു വിശ്വാസികളെല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ബൈബിൾ വചനങ്ങളൊക്കെ ചൊല്ലി ഇങ്ങനെ യാത്ര ചെയ്യും, അവർ നടക്കും. അപ്പോൾ അതൊരു എന്താ പറയുക, നമ്മൾ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രദക്ഷിണം എന്ന് പറയാറില്ല, അതുപോലെ തന്നെ കുരുത്തോല പ്രദക്ഷിണം എന്നാണ് അതിന് പറയുക തന്നെ കേരളത്തിൽ. ഘോഷയാത്ര പോലെ. അതുപോലെ ഈ ഓശാന ഞായറിനാണ് ഇത് ചെയ്യുന്നത്. ഇത് വലിയ തോതിൽ ഡൽഹിയിലും മറ്റുമൊക്കെ ഇത് നടക്കാറുണ്ട്. ഡൽഹിയിൽ ചിലപ്പോൾ 1-2 കിലോമീറ്റർ ദൂരം ഒരു പള്ളിയിൽ നിന്നും മറ്റൊരു പള്ളിയിലേക്കായിരിക്കും വിശ്വാസികൾ ഇങ്ങനെ നടന്നു പോവുക. അപ്പോൾ അവിടെ കുരുത്തോലയൊന്നും കിട്ടാനില്ല, അതിന് പകരം അവർ അത്തരത്തിലുള്ള എന്തെങ്കിലും ജപമാലയും മറ്റുമൊക്കെ കയ്യിൽ കാണും. അപ്പോൾ അതൊക്കെ ചൊല്ലിക്കൊണ്ട് ജപിച്ചുകൊണ്ട് ബൈബിൾ വചനങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടായിരിക്കും അവർ യാത്ര ചെയ്യുന്നത്. അതിൻ്റെ അവസാനത്തിൽ അവരുടെ പുരോഹിതൻ, വികാരി അച്ഛൻ ഒരു പ്രഭാഷണമൊക്കെ നടത്തും. ഡൽഹിയിൽ അതിന് അനുമതി നിഷേധിച്ചു. ഇതാണ് പിണറായി വിജയനെയും KC വേണുഗോപാലിനെയും മുനമ്പത്തെ കാര്യത്തിൽ ഒരക്ഷരം മിണ്ടാതെ മൗനം പാലിച്ച സകലമാന മുള്ളുമുരുക്ക് മുറുകം പാമ്പ് കോൺഗ്രസ്, CPM, CPI, RSP, NCP, നമ്മൾ കേട്ടിട്ടില്ലാത്ത പാർട്ടികൾ, കേരള കോൺഗ്രസിൻ്റെ വിവിധ പിളർന്നും വളർന്നും കൊണ്ടിരിക്കുന്ന വിവിധ വിഭാഗങ്ങൾ, പിന്നെ മാധ്യമങ്ങൾ ചാടി വീണ് അതിഭീകരമായ രീതിയിൽ കേന്ദ്ര സർക്കാരിനെ, BJPയെ, ഡൽഹി ഭരിക്കുന്ന BJP സർക്കാരിനെ ഒക്കെ പ്രതിസ്ഥാനത്ത് നിർത്തി വലിയ രീതിയിൽ ആക്ഷേപങ്ങളും ആരോപണങ്ങളും കാസയ്ക്കെതിരെ കാസ ഇത് കാണുന്നില്ലേ, കാസയിലെ നേതാക്കളൊക്കെ ചത്തുപോയോ എന്നൊക്കെയായിരുന്നു ചോദ്യം. വലിയ തോതിൽ സോഷ്യൽ മീഡിയയിലും ആക്രമണം നടത്തി. വാസ്തവം എന്തായിരുന്നു? അരമണിക്കൂർ കൊണ്ട് പൊളിഞ്ഞുപോയി ഇതെല്ലാം. കാരണം സുരക്ഷ മുൻനിർത്തി ഡൽഹി പോലീസാണ് ഇവർക്ക് അനുമതി നിഷേധിച്ചത്. അതിനവർ പറഞ്ഞ കാര്യം, റാണയെ കൊണ്ടുവന്നിരിക്കുന്നു, അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഡൽഹിയിൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം റാണയുമായി ബന്ധപ്പെട്ട് നിരവധി വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. ഇതിനിടയ്ക്ക് റാണ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്, റാണയുടെ ജീവന് ഭീഷണിയുണ്ട്. കാരണം റാണ വാതുറന്നാൽ ഇന്ത്യയിലെ പല ഇന്നത്തെ പ്രതിപക്ഷ നേതാക്കളും അഴിക്കുള്ളിലാകും. ഇതെല്ലാവർക്കും അറിയുന്ന രഹസ്യമാണ്, പരസ്യമായ രഹസ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ റാണയുടെ ജീവന് വലിയ ഭീഷണിയുണ്ട്. അതുകൊണ്ട് ഡൽഹി കനത്ത സുരക്ഷാ വലയത്തിലാണ്. രണ്ടാമത്തെ കാര്യം, വഖഫ് നിയമ ഭേദഗതി പാസാക്കി. ആ പാസാക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത സുരക്ഷ പോലീസ് ഏർപ്പെടുത്തി. അർദ്ധസൈനിക വിഭാഗം ഉൾപ്പെടെ കേന്ദ്രസേന, CRPF പോലെയുള്ള കേന്ദ്രസേന ഉൾപ്പെടെ ഡൽഹി പോലീസിന്റെ, അതോടൊപ്പം തന്നെ സുരക്ഷയ്ക്ക് വീഴ്ച പറ്റിയാൽ എന്ത് സംഭവിക്കുമെന്നത് ബംഗാൾ മാതൃകയാണ്. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ബംഗാളിൽ ആരംഭിച്ച കലാപത്തിന്റെ തീ ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. അതും ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ് ഒരു വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കി കൂട്ടക്കൊല നടത്താൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ പണ്ട് ഇതിന് സമാനമായി പൗരത്വ ഭേദഗതി 50-ലധികം പേരാണ് ഡൽഹിയിൽ തന്നെ 54 പേരാണ് മരിച്ചത്. ഒരു മുൻ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അന്ന് ഈ പൗരത്വ നിയമ ഭേദഗതിയിൽ ഇന്ത്യയിലെ ഒരു പൗരനും, അതേത് ജാതിയിലോ മതത്തിലോ ഇനി മതമില്ലാത്തവരോ ആകട്ടെ, അവരുടെ പൗരത്വത്തിന് ഒരു കേടുമില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് അതിനെക്കുറിച്ച് വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ട് വലിയ തോതിൽ കലാപം രാജ്യ തലസ്ഥാനത്ത് ഉൾപ്പെടെ അഴിച്ചുവിട്ടത്. ഈ സമാനമായ സംഭവങ്ങൾ വീണ്ടും അരങ്ങേറും എന്ന ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ
ഡൽഹി പോലീസിനോട് കനത്ത സുരക്ഷ ഒരുക്കാൻ കാരണം നിർദ്ദേശിച്ചു. വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഒരു സംഭവം നടന്നതാണ്. അതെ, അതുകൊണ്ടാണ് ഒരുപാട് ജാഗ്രത പറയുന്നത്. 2019-20 കാലത്തല്ലേ ഈ കലാപം നടന്നത്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിൻ്റെ ചുവട് പിടിച്ച് വീണ്ടും അത്തരത്തിലുള്ള കുഴപ്പങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കർശന സുരക്ഷ ഏർപ്പെടുത്തണം എന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കർശനമായ സുരക്ഷ ഏർപ്പെടുത്തി എന്നു മാത്രമല്ല, ഈ ഓശാന ഞായറിന് തൊട്ട് മുമ്പ്, അതിന് 2 ദിവസം മുമ്പായിരുന്നു ഹനുമത് ജയന്തി. ഉത്തരേന്ത്യയിൽ ഹനുമത് ജയന്തിയുടെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. വലിയ തോതിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു ആഘോഷമാണ്, വലിയ രീതിയിൽ ആചരിക്കപ്പെടുന്നതാണ്. ഹനുമാൻ സ്വാമി ജനിച്ച ദിവസം, അദ്ദേഹത്തിൻ്റെ ജയന്തി എന്ന് പറഞ്ഞിട്ടാണ് ആ ദിവസത്തെ ആഘോഷിക്കുന്നത് വിശ്വാസികൾ വലിയ തോതിൽ. അത് അന്നും ഈ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ യുവജന വിഭാഗമായ ബജ്റംഗ് ദൾ, ഈ ബജ്റംഗ് ബലി എന്നുള്ളത് ഹനുമാൻ്റെ മറ്റൊരു പേരാണ്. അപ്പോൾ ആ പേരിൽ അറിയപ്പെടുന്ന സംഘടനയാണ് ബജ്റംഗ് ദൾ. ആ ബജ്റംഗ് ദളിന് പോലും റാലി നടത്താൻ അനുമതി കൊടുത്തില്ല. അവരോട് പറഞ്ഞു, പറ്റില്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് ക്ഷേത്രത്തിനകത്ത് ചെയ്തോളൂ, ക്ഷേത്രത്തിന് പുറത്തിറങ്ങരുത്. ക്ഷേത്രത്തിന് പുറത്തിറങ്ങി റാലിയോ എന്തെങ്കിലും നടത്തിയാൽ അപ്പോൾ അറസ്റ്റ് ചെയ്യും. പോലീസ് കർശനമായ നിലപാടെടുത്തു. അവർ അതനുസരിച്ചു. അവർ ഭരണഘടനയോട് ബഹുമാനമുള്ളവരാണ്. വിശ്വ ഹിന്ദു പരിഷത്തും ബജ്റംഗ് ദളും മറ്റ് ഹിന്ദു സംഘടനകളെല്ലാം അതനുസരിച്ചു. ഈ ക്രിസ്ത്യൻ ഇത്തരത്തിലുള്ള പ്രൊസഷന്, ഈ പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചുകൊണ്ട് പോലീസ് കാര്യങ്ങൾ പറഞ്ഞതും ഈ വിശ്വാസികളായ എല്ലാ ക്രിസ്ത്യാനികൾക്കും അത് മനസ്സിലായി. അവർ അതനുസരിച്ചു. അവർ ആഘോഷവും അവരുടെ ആചരണവും എല്ലാം പള്ളിക്കുള്ളിലാക്കി. പള്ളിക്ക് പുറത്തേക്ക് അവർ ഒരു തരത്തിലുള്ള ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവർ പ്രത്യക്ഷപ്പെട്ടില്ല. അവർക്കൊന്നുമില്ലാത്ത വേദനയാണ് കേരളത്തിലെ ഈ പറയുന്നത് പോലെ മുനമ്പത്തെ കിടപ്പാടം നഷ്ടപ്പെട്ട് തെരുവിലിറങ്ങേണ്ടി വരുമോ എന്ന് ആശങ്കപ്പെട്ട് ജീവിക്കണോ മരിക്കണോ എന്ന് ചിന്തിച്ച് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന മനുഷ്യരെ, ഏതാണ്ട് 600 ചില്ലാനം കുടുംബങ്ങളുടെ കണ്ണുനീര് കാണാത്ത പിണറായി വിജയനും KC വേണുഗോപാലും VD സതീശനും ഒക്കെ മറ്റേ കാലി തുള്ളി വെളിച്ചപ്പാടിന്റെ വാളും ചിലമ്പും എടുത്ത് തുള്ളുന്നത് പോലെ തുള്ളിക്കൊണ്ട് രംഗത്ത് വന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നിട്ടുണ്ടോ സംശയമാണ്. ഈ ബംഗാളിലെ സഖാക്കൾ കൊല്ലപ്പെട്ട ബംഗാളിൽ ഈ ആക്രമണത്തിൽ, ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപത്തിൽ, അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടത്തിയ അക്രമത്തിൽ 2 സഖാക്കളാണ് കൊല്ലപ്പെട്ടത്, അച്ഛനും മകനും. അത് പിണറായി വിജയൻ അതിനെക്കുറിച്ച് ഒരു വേദനയുമില്ല. കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവും അതിനെക്കുറിച്ച് പറയുന്നില്ല. കോൺഗ്രസ്സുകാർ പോട്ടെ, അത് അവരുടെ പാർട്ടിക്കാരല്ല എന്ന് പറഞ്ഞ് കളയാം. അവർ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഇതെന്തുകൊണ്ട് പിണറായി വിജയൻ അറിഞ്ഞില്ല? എന്തുകൊണ്ട് കേരളത്തിലെ CPM സംസ്ഥാന സെക്രട്ടറി അറിഞ്ഞില്ല? അവർക്കൊന്നും ഇതിലൊന്നും പറയാനില്ലേ? അത് പറയില്ല. കാരണം അപ്പുറത്ത് പ്രതികൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരുടെ അതിശക്തമായ ഒരു വോട്ട് ബാങ്ക് കേരളത്തിലുണ്ട്. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിലോ എന്നാണ് പേടി. അതുകൊണ്ട് 2 സഖാക്കളെ കുരുതി കൊടുത്തിട്ടാണെങ്കിലും സാരമില്ല, ഞങ്ങൾ അവിടെ ഒന്നും വെച്ച നാക്ക് അനക്കില്ല, നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം, ഇനി കേരളത്തിൽ ചെയ്താലും ശരി ഞങ്ങൾ മിണ്ടില്ല. ഇതാണ് പിണറായി വിജയൻ്റെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും നയം. ഇത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മുനമ്പത്തെ ആൾക്കാരുടെ കണ്ണുനീര് കാണാത്ത പിണറായി വിജയനും VD സതീശനും നമ്മുടെ KC വേണുഗോപാലും MV ഗോവിന്ദനും ഒക്കെ അങ്ങ് ചാടി വീണ് ഉറഞ്ഞു തുള്ളുകയാണ് മോദി സർക്കാരിനെതിരെ. എന്തൊക്കെയാണ് പറഞ്ഞത്? മോദി സർക്കാരിൻ്റെ ന്യൂനപക്ഷ വിരുദ്ധ സമീപനമാണ്, ക്രിസ്ത്യൻ പീഡനമാണ്. ഇതാര് പീഡിപ്പിച്ചു? ഒരു റാലിക്ക് അനുമതി നിഷേധിച്ചു, പോലീസ് അനുമതി നിഷേധിച്ചതാണോ ഈ പീഡനം? ജോർജ് കുര്യൻ അതിന് വളരെ കൃത്യമായ മറുപടി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിൻ്റെ കൂട്ടത്തിൽ പിണറായി വിജയൻ മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് കുറേ മാധ്യമങ്ങളും ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് ഇത് വലിയ എന്തോ അനീതി കാണിച്ചിരിക്കുന്നു, എന്ത് കാള പറ്റൂന്ന് കേട്ട ഉടനെ കയറെടുത്തു. എന്താണ് അതിന് പുറകിലെ കാരണം? എന്തുകൊണ്ട് പോലീസ് അനുമതി നിഷേധിച്ചു എന്നൊന്ന് അന്വേഷിക്കാനുള്ള മര്യാദ പോലും ഈ മലയാള മാധ്യമങ്ങൾ കാണിച്ചില്ല എന്നുള്ളതാണ് സത്യം. അവർ അക്കാര്യത്തിൽ അക്ഷന്തവ്യമായ ഗുരുതരമായ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഒട്ടും നല്ല കാര്യമല്ല. ജനങ്ങളെ വൈകാരികമായി മുതലെടുക്കാനും അവരെ പ്രകോപിപ്പിക്കാനും മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ഈ മാധ്യമങ്ങളുടെ ധർമ്മം ഇതല്ല. അതുകൊണ്ട് മാധ്യമധർമ്മം മുൻനിർത്തിയെങ്കിലും വാർത്തകളുടെ സത്യാവസ്ഥ ചികഞ്ഞു നോക്കി അത് ജനങ്ങളോട് പറയാൻ ബാധ്യതപ്പെട്ടവരാണ്. എന്തായാലും ഇത് ഒരു അരമണിക്കൂർ 1 മണിക്കൂറിൽ കൂടുതൽ ഇതിന് ആയുസ് ഉണ്ടായില്ല. വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നു. കാസ മാത്രമല്ല, മിക്കവാറും എല്ലാ സംഘടനകളും, ക്രിസ്തീയ പുരോഹിതന്മാർ പോലും അതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റുകളിട്ടു, സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത് പങ്കുവച്ചു. വളരെ പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് സത്യം മനസ്സിലായി. നാണം കെട്ടത് പിണറായി വിജയനും KC വേണുഗോപാലും VD സതീശനും MV ഗോവിന്ദനും പിന്നെ കുറേ മലയാള മാപ്രകളും.